സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ. റൂട്ടസ് കാലിക്കറ്റ്. അന്താരാഷ്ട്ര സംഘടനകൾ ഭാഗം 1. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ജനീവ. 2. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി 1948 ഡിസംബർ 10. 3. താഴെ പറയുന്നതിൽ ഹെൻറി ഡ്യുനന്റ് സ്ഥാപിച്ച സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി റെഡ് ക്രോസ്. 4. മറ്റൊരു ലോകം സാധ്യമാണ് എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ലോക സോഷ്യൽ ഫോറം. 5. ഗ്രീൻ ബെൽറ്റ് സംഘടന രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി വാങ്കാരി മാതായ്. 6. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷകൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇംഗ്ലീഷും ഫ്രഞ്ചും. 7. യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം ഓപ്ഷൻ എ മാസ്ട്രിച്ച് ഉടമ്പടി. 8. വാഴ്സ പാക്ട് പിരിച്ചുവിട്ട വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1991. 9. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ വിയന്ന. 10. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇറ്റാലിയൻ. 11. വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ എ കോമൺവെൽത്ത് സംഘടന. 12. UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി കോസ്റ്റാറിക്ക. 13. സാർക്കിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ധാക്ക. 14. വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആസിയാൻ. 15. UN ചാർട്ടർ ഒപ്പുവെച്ചതെന്ന്? ഉത്തരം ഓപ്ഷൻ എ 1945 ജൂൺ 26. 16. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എത്ര? ഉത്തരം ഓപ്ഷൻ എ 9 വർഷം.
17 അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി മെയ് 8. 18 ബ്രിക്സ് ഗ്രൂപ്പിലെ അംഗരാജ്യങ്ങൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. 19 ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്നറിയപ്പെടുന്ന സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ സി സെൻഡോ. 20 UN സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി കുർട്ട് വാൾഡ്ഹെയിം. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.